+2 അതുപോലെ തന്നെ ഗ്രാജുവേഷൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ റെയിൽവേയിലേക്ക് നല്ല അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB നടത്തുന്ന ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള നിരവധി പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. 8850 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഗ്രാജുവേഷൻ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികളുടെ അപ്ലിക്കേഷൻ നോക്കാം. 21 ഒക്ടോബർ മുതലാണ് ഇതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. അതുപോലെ തന്നെ 20 നവംബറിന് അപ്ലിക്കേഷൻ അവസാനിക്കുന്നതാണ്. 18നും 33നും ഇടയിലാണ് പ്രായപരിധി വരുന്നത്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതുപോലെ OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവും, SC/ST ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 5 വയസ്സിൻ്റെ ഇളവും ലഭിക്കുന്നതാണ്. ഗ്രാജുവേഷൻ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 5800 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിക്കാൻ പോകുന്നത്. 6ഓളം കാറ്റഗറിയിലേക്കാണ് നിങ്ങൾക്ക്, അതായത് യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് സ്റ്റേഷൻ മാസ്റ്റർ, രണ്ടാമത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ CCTS, മൂന്നാമത് ഗുഡ്സ് ട്രെയിൻ മാനേജർ, മൂന്നാമത് വരുന്നതാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ, അതായത് നമ്മുടെ ചരക്ക് വണ്ടിയുടെ മാനേജർ തസ്തികയിലേക്കാണ് മൂന്നാമതായിട്ടുള്ള ഒരു കാറ്റഗറി കൊടുത്തിട്ടുള്ളത്. നാലാമതാണ് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, അഞ്ചാമതാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ആറാമത്തെ പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റന്റ്. ഇങ്ങനെ 6ഓളം കാറ്റഗറിയിലേക്കാണ് ഗ്രാജുവേഷൻ ലെവലിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ 5800 ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. നല്ലൊരു അവസരം തന്നെയാണ് ഗ്രാജുവേഷൻ സ്റ്റുഡൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരാണോ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നത്, ഓൾ ഇന്ത്യ ലെവലിലുള്ള പോസ്റ്റിംഗ് ആണ്, നല്ല സാലറി പാക്കേജാണ്, പെർമനൻറ്റ് പോസ്റ്റാണ്, ഏകദേശം 60 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. ഗ്രാജുവേഷൻ സ്റ്റുഡൻറ്റ്, അതായത് ഏത് സബ്ജക്റ്റ് ആയാലും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള അവസാന വർഷം ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഡിഗ്രി, അതായത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയവർക്ക് മാത്രമേ ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതും ഈ ഒരു ഏജ് ലിമിറ്റിന് അകത്ത് വരുന്ന ഉദ്യോഗാർത്ഥികൾ. നല്ലൊരു അവസരം തന്നെയാണ്. കാരണം ഓൾ ഇന്ത്യ ലെവൽ, നേരത്തെ പറഞ്ഞു, ഓൾ ഇന്ത്യ ലെവലിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നതും അതുപോലെ തന്നെ നല്ലൊരു സാലറി പാക്കേജും അതുപോലെ തന്നെ എല്ലാ ഫാസിലിറ്റീസും ലഭിക്കുന്ന ഒരു തസ്തികയാണ് ഈ ഒരു ഗ്രാജുവേഷൻ ലെവലിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്തതായിട്ടാണ് നമ്മൾ +2 ലെവൽ, അതായത് +2 സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ +2 ലെവൽ വരുന്നത് 18നും 30നും ഇടയിലാണ് പ്രായപരിധി. 3 വയസ്സിൻ്റെ അളവ് OBC തസ്തികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ 5 വയസ്സിൻ്റെ അളവ് SC/ST ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നതാണ്. പ്രായപരിധി പറഞ്ഞു 18നും 30നും 33, 35 വരെ, അതായത് 18നും 35നും ഇടയിൽ പ്രായപരിധിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്, +2 ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിലായിക്കോട്ടെ, ഇതിനകത്ത് പെർസെൻറ്റേജ് എന്നുള്ള സിസ്റ്റം കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോലും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. +2 ലെവലിലുള്ള അപ്ലിക്കേഷൻ ഈ മാസം 28 തൊട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അതായത് ഒക്ടോബർ 28 മുതലാണ് ഇതിൻ്റെ +2 ലെവലിലെ, നേരത്തെ ഗ്രാജുവേഷൻ ലെവൽ പറഞ്ഞ് 21-ന് ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ +2 ലെവലിലാണെങ്കിൽ 28 മുതൽ, അതായത് 28 ഒക്ടോബർ മുതൽ 27 നവംബർ വരെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി വരുന്നത്. 3050 വേക്കൻസിയാണ് +2 ലെവലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒഴിവുകൾ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഇതും നല്ലൊരു ചാൻസ് തന്നെയാണ്. കാരണം പലരും വിചാരിക്കും 3050 വേക്കൻസിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സാം പ്രൊസീജിയർ എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഏകദേശം ഒരു 2-3 മാസത്തെ ഹാർഡ് വർക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ്. നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ്, അതായത് നമ്മുടെ കേരളം, അതുപോലെ തന്നെ തമിഴ്നാട്, സൗത്ത് ഇന്ത്യയെ അപേക്ഷിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും നോക്കുകയാണെങ്കിൽ ഈ ഒരു റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഏകദേശം വർഷത്തോളമാണ് കഠിന പ്രയത്നം ചെയ്യുന്നൊരു കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ +2 ലെവലിലെ ഉദ്യോഗത്തിൽ 3050 വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ തസ്തികയിലേക്കാണ് നിയമനം ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, രണ്ടാമത്തത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, മൂന്നാമത്തെ പോസ്റ്റാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, നാലാമത്തെ പോസ്റ്റാണ് ട്രെയിൻസ് ക്ലർക്ക്. ഇങ്ങനെ 4ഓളം കാറ്റഗറിയിലേക്കാണ് +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. 3050 വേക്കൻസിയാണ് ഈ ഒരു 4 പോസ്റ്റിലേക്കായിട്ട് കൊടുത്തിട്ടിരിക്കുന്നത്. ഏകദേശം 6 മാസത്തിന് തന്നെ നിങ്ങളുടെ ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷനും അതുപോലെ തന്നെ ബാക്കി പ്രൊസീജിയറൊക്കെ അവസാനിക്കുന്നതാണ്. ഇതിൻ്റെ
എക്സാം പ്രൊസീജിയർ, അതായത് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 5 കാറ്റഗറിയിലേക്കായിട്ടാണ് ഇതിൻ്റെ എക്സാം പ്രൊസീജിയർ നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. CBT 1, CBT 2 എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നത്. മൂന്നാമതാണ് വരുന്നത് സ്കിൽ ടെസ്റ്റ്. അതിനുള്ള പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും. അതുപോലെ തന്നെ 4ാമത് ഡോക്യുമെൻറ്റ്, 5ാമത് മെഡിക്കൽ. ഇങ്ങനെ 5 കാറ്റഗറിയിലായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഈ ഒരു 5 പ്രൊസീജിയറും ക്രോസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ ഫൈനൽ ലിസ്റ്റിലേക്ക് ക്ഷണിക്കപ്പെടും. അതിന് ശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നതും. അപ്പോൾ ഈ +2 യോഗ്യത, അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യത, പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് കാറ്റഗറിയിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഗ്രാജുവേഷൻ സ്റ്റുഡൻറ്റിന് +2 ലെവലിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് നമ്മുടെ മലയാളം ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പടിക്ക് 2 പക്ഷി എന്നുള്ള രൂപത്തിൽ തന്നെ ഈ ഒരു ഗ്രാജുവേഷൻ സ്റ്റുഡൻറ്റ് 2 കാറ്റഗറിയിലേക്കും പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്നുള്ളതിലേക്ക് നേടാൻ പറ്റുന്നൊരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, അതുകൊണ്ട് കേരളത്തിലെ എല്ലാ +2 അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവലിലെ ഉദ്യോഗാർത്ഥികളിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിർബന്ധമായി എല്ലാവരെ കൊണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, 21 ഒക്ടോബർ മുതൽ, അതുപോലെ തന്നെ +2 ലെവൽ 28 ഒക്ടോബർ മുതൽ. ഈ ഒരു 2 ദിവസം എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ കലണ്ടറിൽ കുറിച്ച് വെച്ചോളൂ. കാരണം ഓരോ ദിവസം കഴിയും തോറും ചിലപ്പോൾ സൈറ്റ് ജാം ആവുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ ആരംഭിക്കുക. ഇതിൻ്റെ സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ RRBയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാസ്സസും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. ആയതിനാൽ ഈ ഒരു വീഡിയോ പരമാവധി കേരളത്തെ എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരെ കൊണ്ടും നിർബന്ധമായും ഈ വീഡിയോ കാണുന്ന ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ റിലേറ്റീവ്സിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. ജയ് ഹിന്ദ്.